ഇനി ഒരു സെന്റൻസിൽ സെൻ എന്ന പ്രോനൗൺ വരികയാണെങ്കിൽ അതിൻ്റെ പേഴ്സണൽ സഫിക്സസ് സുൻ, സിൻ, സുൻ ഓർ സുൻ. സുൻ, സിൻ, സുൻ ഓർ സുൻ. ഇനി ഇതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. സെൻ ബബ സുൻ. സെൻ ബബ സുൻ. You are a father. Sen baba sun. Sen kızgınsın. Sen kızgınsın. You are angry. Sen kızgınsın. ഇവിടെ ബബ എന്ന നൗണിലെയും കിസ്ഗൻ എന്ന അഡ്ജക്റ്റീവിലെയും അവസാനത്തെ വൊവൽ ലെറ്റേഴ്സ് ആ, ഇ എന്നീ ലെറ്റേഴ്സ് ആണ്. സോ 4-way വവൽ ഹാർമണി റൂൾ അനുസരിച്ച് ഈ രണ്ട് പദങ്ങൾക്കും ശേഷം സുൻ എന്ന സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സുൻ. സെൻ ബബ സുൻ. സെൻ കിസ്ഗൻ സുൻ. മറ്റൊരു ഉദാഹരണം സെൻ öğretmen sin. Sen öğretmen sin. You are a teacher. Sen öğretmensin. Sen öğrencisin. Sen öğrencisin. You are a student. Sen öğrencisin. ഇവിടെ öğretmen അതുപോലെ öğrenci എന്നീ രണ്ട് നൗണിലെയും അവസാനത്തെ വൊവൽ ലെറ്റേഴ്സ് എ, ഇ എന്നീ രണ്ട് ലെറ്റേഴ്സ് ആണ്. എ, ഇ. സോ ഈ രണ്ട് പദങ്ങൾക്കും ശേഷം സിൻ എന്ന പേഴ്സണൽ സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സെൻ öğretmen sin. സെൻ öğrenci sin. അടുത്തത് സെൻ doktor sun. സെൻ doktor sun. You are a doctor. Sen doktorsun. Sen mutlusun. Sen mutlusun. You are happy. Sen mutlusun. ഇവിടെ ഡോക്ടർ എന്ന നൗണിലെയും മുത്ലു എന്ന അഡ്ജക്റ്റീവിലെയും അവസാനത്തെ വൊവൽ ലെറ്റേഴ്സ് ഓ, ഉ എന്നിവയാണ്. സോ 4-way വവൽ ഹാർമണി റൂൾ അനുസരിച്ച് ഈ രണ്ട് പദങ്ങൾക്കും ശേഷം സുൻ എന്ന സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സെൻ ഡോക്ടർ സുൻ. സെൻ മുത്ലു സുൻ. അടുത്തത് സെൻ ഷോഫർ സുൻ. സെൻ ഷോഫർ സുൻ. യു ആർ എ ഡ്രൈവർ. സെൻ ഷോഫർ സുൻ. Sen güçlüsün. Sen güçlüsün. You are strong. Sen güçlüsün. ഇവിടെ ഷോഫർ എന്ന നൗണിലെയും ഗുച്ലു എന്ന അഡ്ജക്റ്റീവിലെയും അവസാനത്തെ വവൽ ലെറ്റേഴ്സ് എ, ഇ എന്നീ ലെറ്റേഴ്സ് ആണ്. സോ ഈ രണ്ട് പദങ്ങൾക്കും ശേഷം സുൻ എന്ന പേഴ്സണൽ സഫിക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സുൻ. Sen şoförsün. Sen güçlüsün. ഇതൊക്കെയാണ് സെൻ എന്ന പ്രോനൗണിന്റെ പേഴ്സണൽ സഫിക്സസ്. ഇനി അടുത്തത് ഓ എന്ന പ്രോനൗൺ ആണ്. ഓ. മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഓ എന്ന പ്രോനൗണിന് പേഴ്സണൽ സഫിക്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഓ ബബ. ഓ Baba. He is a father. O baba. O öğretmen. O öğretmen. He is a teacher or she is a teacher. O mutlu. O mutlu. He is happy or she is happy. O güçlü. O güçlü. He is strong or she is strong.